നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് കുട്ടിച്ചാത്തൻ SC കോളനി നിവാസികൾക്ക് വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ ജപ്തി നോട്ടീസ്. 30 വർഷം മുൻപ് നൽകിയ സൗജന്യ കണക്ഷനുകൾക്കാണ് കുടിശ്ശിക ബില്ലും ജപ്തി നോട്ടീസും നൽകിയിരിക്കുന്നത്. അധികൃതർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും കോളനി നിവാസികൾ. ഉപയോഗിക്കാത്ത കുടിവെള്ള കണക്ഷന് കൂടുതൽ തുകയും ഉപയോഗിച്ചവർക്ക് മിനിമം തുകയുടെ ബില്ലുകളും നൽകി ജല അതോറിറ്റി. ഒറ്റപ്പാലം ചുനങ്ങാടാണ് സംഭവം. തീരെ വെള്ളം ഉപയോഗിക്കാത്തവർക്ക് ലഭിച്ചത് 420 രൂപയുടെ ബില്ല്. വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ. യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പല പദ്ധതികളും നോക്കുകുത്തിയെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം ചോറൂട്ടൂരിന് സമീപം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഇതര സംസ്ഥാനക്കാരെന്ന നിഗമനത്തിൽ പോലീസ്. 35-45 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്മാരുടേതാണ് മൃതദേഹങ്ങൾ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ഒറ്റപ്പാലം നഗരസഭ. മാലിന്യ ശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് കുട്ടിച്ചാത്തൻ SC കോളനി നിവാസികൾക്ക് വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ ജപ്തി നോട്ടീസ്. 30 വർഷം മുൻപ് നൽകിയ സൗജന്യ കണക്ഷനുകൾക്കാണ് വൻ തുകയുടെ കുടിശ്ശിക ബിൽ നൽകിയിരിക്കുന്നത്. 2 കോളനികളിലെയും 30ഓളം കുടുംബങ്ങൾക്കാണ് KCBയുടെ കുടിശ്ശിക ബില്ലും വില്ലേജ് ഓഫീസറുടെ ജപ്തി നോട്ടീസും ലഭിച്ചിരിക്കുന്നത്. 6000 മുതൽ 20,000 വരെയാണ് പലർക്കും കുടിശ്ശിക ബിൽ കിട്ടിയിരിക്കുന്നത്. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി നേരിടുമെന്ന് കാണിച്ച് വില്ലേജ് ഓഫീസറുടെ നോട്ടീസും ലഭിച്ചതോടെ കോളനിക്കാർ ആശങ്കയിലാണ്. അധികൃതർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ലെങ്കിൽ പെര ജപ്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കുട്ടിയും കുടുംബമുള്ള ആൾക്കാരൊക്കെ എവിടേക്ക് ഇറങ്ങി പോണ്. ഇരിക്കാനൊരു സ്ഥലവും വീടും വേണ്ടേ. ഞങ്ങളിപ്പോൾ ഇതേ ആശ്രയം പറഞ്ഞാൽ ജീവിക്കണേ. ആകെ 2 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൽ ഞങ്ങൾ കുടുംബങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി പോകാനൊരു സ്ഥലവും വീടും ഇല്ല വേറെ. അപ്പോൾ നമ്മൾ ഇത് കടവും കള്ളിയും വാങ്ങി കെട്ടല്ലാതെ എന്താ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കെട്ടുകയാണ്. ഇപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ കെട്ട് തന്നെ കടവും കള്ളിയും വാങ്ങിയിട്ട് അല്ല. അപ്പോൾ എന്താ ചെയ്യുക. ഇരിക്കണ പെര പോവില്ലേ. പെര ജപ്തി ചെയ്ത് പോവും എന്നൊക്കെ പറഞ്ഞാൽ പേടി തന്നെയല്ലേ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് എവിടേക്ക് ഇറങ്ങി പോകുന്നത്. വയസ്സായ ഒരു അമ്മ ഉണ്ട്, 95 വയസ്സായി. ആ അമ്മേനെ കൊണ്ടൊക്കെ ഞങ്ങൾ എവിടെ ഇറങ്ങി പോകാനും എവിടെ ഇറങ്ങി പോകാനില്ല. അച്ഛൻ മരണപ്പെട്ടു പോയി. ഇനി അമ്മയുണ്ട്, വയസ്സായ അമ്മ, ഞങ്ങൾ കുടുംബങ്ങളും. ഞങ്ങൾക്ക് പോകാനൊരിടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ട് തരണം. 30 വർഷം മുൻപ് പഴയ വീടുകൾക്ക് 2 ബൾബുകൾ മാത്രം കാണിക്കാനുള്ള വൈദ്യുതി കണക്ഷൻ സൗജന്യമായി ലഭിച്ചവരാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. ഇത്രയും കാലമായി പഴയ സൗജന്യ കണക്ഷന് വൈദ്യുതിക്ക് ബിൽ വന്നിട്ടില്ല. ഒരു ഘട്ടത്തിലും ബിൽ അടയ്ക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ബിൽ കുടിശ്ശിക വരുന്നതെന്ന് കോളനിക്കാർ ചോദിക്കുന്നത്. 10-30 കൊല്ലോളം ആയിട്ടുണ്ടാവും ഈ കറണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട്. അന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 ബൾബ് ഇട്ട് തന്നു. പിന്നെ അവർ പറഞ്ഞു കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നിങ്ങൾ കെട്ടണം, കെട്ടാതെ ഇരിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അവതാളത്തിലല്ലേ എന്നും പറഞ്ഞും കൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് നോട്ടീസ് കൊടുത്ത് തന്നത്. അപ്പം ഞങ്ങൾ കെട്ടുകയല്ല. അപ്പോൾ എന്താ ചെയ്യുക. ഞങ്ങൾ കടം കല്ലിയൊക്കെ വാങ്ങിയിട്ട് കൊണ്ട് കെട്ടുകയല്ലാതെ കോലല്ലല്ലോ. അല്ലെങ്കിൽ ഇരിപ്പടം പോവും, അങ്ങനെ പോവും, ഇങ്ങനെ പോവും പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ കൊണ്ട് കെട്ടും ചെയ്തു. ഞങ്ങൾ കുട്ടിയും മക്കളായി കുത്തിരിക്കുന്ന ആൾക്കാർ അവിടെ പോയിട്ട് താമസിക്കുക. ഞങ്ങളുടെ ഇരിപ്പടം പോയി കഴിഞ്ഞു. പഴയ വീടുകൾ പൊളിച്ച് പുതിയത് നിർമ്മിച്ചതിനാൽ പുതിയ കണക്ഷനാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ കണക്ഷനുകളുടെ ബിൽ കൃത്യമായി അടയ്ക്കുന്നുമുണ്ട്. കൂലിപ്പണിക്കാരായ തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല കുടിശ്ശിക ബിൽ തുകയെന്ന് കോളനിക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് കറണ്ട് ബില്ല് പഴയ ചെറുപ്പത്തിൽ വന്നതാണ്. അച്ഛനെല്ലാം അമ്മ ഉണ്ടെന്ന് വന്നതാണ്. അവരൊക്കെ ചത്തുകെട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ വന്നു കെട്ടി 6000 രൂപ കെട്ടി, 8000 കെട്ടി. ഇനി പിന്നെ 2ാം പേര് ഇവിടെ വന്നിട്ട് പോയി. എന്നിട്ട് എൻ്റെ പേർക്ക് 2ാം പേരും വന്നു കൊടുത്തിട്ടില്ല. ഞാൻ ആൾ മാറി എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. എത്ര വർഷം മുന്നത്തെ കറണ്ട് ബില്ലാണിത്? 10-30 കൊല്ലമായിട്ടുണ്ട്. 30 കൊല്ലം പഴയ പേരാണ്. ആ സമയത്ത് കിട്ടിയത്. അതിൽ അച്ഛനമ്മൊക്കെ മരിച്ചു പോയി. പിന്നെ ഞങ്ങൾ വന്ന് പേഴ്സിൽ പഠിച്ചപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ വാങ്ങിച്ചു.
കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാൽ കടം വാങ്ങിയും മക്കളുടെ ആഭരണം പണയം വെച്ചും മറ്റു ചിലരൊക്കെ കുടിശ്ശികയും കുറച്ച് അടച്ചു. ഇതിന് നിർവാഹമില്ലാത്തവർ എന്തു ചെയ്യണമെന്ന് അറിയാതെ കഴിയുകയാണ്. സാധാരണക്കാരുടെ മേൽ ഇല്ലാത്ത വൈദ്യുതിയുടെ ബിൽ കുടിശ്ശിക അടിച്ചേൽപ്പിച്ചത് പിൻവലിക്കണമെന്നാണ് കോളനി നിവാസികളുടെ ആവശ്യം. ഒരു 10-32 വർഷക്കാലം മുമ്പ് ഒരു 2 പോയിന്റ് ബൾബ് ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്കത് ഫ്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളനി വീടുകൾക്ക് വ്യാപകമായിട്ട് ഇവിടെ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് സർക്കാർ പൂർണ്ണമായിട്ടും പറഞ്ഞിരുന്നത് ഈ കറണ്ട് കണക്ഷൻ തികച്ചും സൗജന്യമാണ്, ഫ്രീ ആണ്, നിങ്ങൾ ഈ കറണ്ട് ബിൽ പേ ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു വാഗ്ദാനമാണ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10-32 വർഷത്തിന് ശേഷം ഈ നിത്യവൃത്തിക്ക് വേണ്ടി ദിവസേന കൂലിപ്പണി ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ മണ്ടയിൽ വലിയൊരു ഇടുത്തി വീണ പോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും 12,000-15,000 രൂപ ബില്ല് ഇപ്പോൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ട് അടച്ചു തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ റിക്കവറി നോട്ടീസുകൾ അയച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന KSEB ബോർഡ് ഈ ആളുകളെ ദിവസം നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കാത്ത കുടിവെള്ള കണക്ഷന് കൂടുതൽ തുകയും ഉപയോഗിച്ചവയ്ക്ക് മിനിമം തുകയുടെയും ബില്ലുകൾ നൽകി വാട്ടർ അതോറിറ്റി. ഒറ്റപ്പാലം ചുനങ്ങാട് ഒരേ ദിവസം കണക്ഷൻ ലഭിച്ച കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ വിചിത്ര ബില്ലുകൾ നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാലം ചുനങ്ങാട് നിള ലൈനിലെ 22 വീടുകൾക്ക് ഒരേ ദിവസമാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ വാട്ടർ കണക്ഷൻ ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം പകുതിയോടെ ലഭിച്ച കണക്ഷനിൽ പിന്നെയും 2 മാസം കഴിഞ്ഞാണ് വെള്ളമെത്തിയത്. തുടർന്ന് അടുത്ത കാലത്ത് വന്ന ആദ്യ ബില്ലാണ് വിചിത്രമായ രീതിയിൽ നൽകിയിരിക്കുന്നത്. 0 ഉപഭോഗം കാണിച്ചിട്ടുള്ള മീറ്ററുകളിൽ 420 രൂപയുടെ ബില്ലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മീറ്ററിൽ ഉപഭോഗം കാണിച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് 2 മാസത്തെ മിനിമം തുകയായ 148 രൂപയുടെ ബില്ലുമാണ് ലഭിച്ചിട്ടുള്ളത്. ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്ക് 2 മാസത്തെ ജലം ഉപയോഗിച്ചതിന് 360 രൂപയും അഡീഷണൽ തുകയായി 60 രൂപയുമാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചവർക്ക് 144 രൂപയും അഡീഷണൽ തുകയായി 4 രൂപയുമാണ് ബില്ലിൽ കാണിച്ചിട്ടുള്ളത്. ബില്ലിലുള്ള വ്യത്യാസം പരിഹരിച്ചു കിട്ടാൻ ജല അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബങ്ങൾ. വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ്റെ കണക്ഷൻ ഒറ്റപ്പാലം ചുനങ്ങാട് കിണർ സ്റ്റോപ്പിനടുത്തുള്ള നിള ലൈനിൽ 22ഓളം വീടുകളാണ് ഉള്ളത്. ഈ 22 വീടുകളിലേക്കും ഒരേ ദിവസമാണ് കണക്ഷൻ തന്നത്. വെള്ളം വന്നതും അതേപോലെ ഒരേ ദിവസമാണ്. അതായത് മെയ് അവസാന വാരത്തോടു കൂടിയാണ് നമുക്ക് എന്ത് ചെയ്തത് ഈ 22 വീടുകളിലേക്കും കണക്ഷൻ തന്നത്. ജൂലൈ അവസാന വാരമാണ് വെള്ളം പൈപ്പ് ലൈനിലൂടെ വരാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് വന്ന ബില്ല് വെള്ളം ഉപയോഗിക്കാത്ത വീടുകൾക്ക് 0 മീറ്റർ റീഡിംഗ് ഉള്ള വീടുകൾക്ക് 420 രൂപയും അതല്ലാതെ വെള്ളം ഉപയോഗിച്ച മീറ്റർ റീഡിംഗ് കാണിക്കുന്ന ബില്ലുകൾക്ക് 124 രൂപയും എന്ന രീതിയിലാണ് ബില്ല് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ദിവസം കണക്ഷൻ തരികയും ഒരേ ദിവസം വെള്ളം വരികയും ചെയ്ത വീടുകളിലാണ് 2 തരത്തിലുള്ള ബില്ലുകൾ വാട്ടർ അതോറിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധമായി 11/6/2023 ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു. ഈ പരാതി സംബന്ധമായി 3 പ്രാവശ്യം അവിടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യുകയും ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ഓഫീസിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് മറുപടി. അത് നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യണത്, 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു മറുപടി നമുക്ക് ലഭിച്ചത്. ഈ രീതിയിൽ വരാനുള്ള കാരണം എന്താണ് എന്നറിയാൻ ഈ 22 വീടുകളിൽ ഉള്ള ആളുകൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അതവർ പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് വന്നത് എന്നുള്ളത്. അത് പറയാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. ജല അതോറിറ്റി പ്രൊജക്ട് ഡിവിഷൻ കണക്ഷൻ കൊടുത്ത് ടാഗ് ചെയ്തതിൽ വന്ന വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. അധികം വന്ന തുക ഒഴിവാക്കാൻ വേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിയതായും അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഒറ്റപ്പാലം ചോറൂട്ടൂരിന് സമീപം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഷൊർണൂർ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനുകൾക്ക് മധ്യേ ചോറൂട്ടൂരിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് കഴിഞ്ഞ ദിവസം 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
ഇതര സംസ്ഥാനക്കാരെന്നും കരുതുന്ന 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങളാണ് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിൽ കണ്ടെത്തിയത്. യാത്രക്കിടെ ട്രെയിനിൽ നിന്നും വീണതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചിരുന്നു. ഒരാൾക്ക് 45ഉം മറ്റൊരാൾക്ക് 35ഉം വയസ്സ് തോന്നിക്കുമെന്നും പോലീസ് പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കമ്പാർട്ട്മെന്റിന്റെ വാതിലിനു സമീപം ഇരുന്ന് യാത്ര ചെയ്തപ്പോൾ വീണതാകാമെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. വളവോടുകൂടിയ പ്രദേശത്തു കൂടി ട്രെയിൻ കടന്നുപോകുന്നതിനിടെ വാതിൽ താനെ അടഞ്ഞതാകാമെന്നും ഇതോടെ ഇരുവരും ട്രാക്കിലേക്ക് തെറിച്ചതാണെന്നും സംശയിക്കുന്നു. 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര നെൽകൃഷി, ക്ഷീരവികസനം, തനത് വിദ്യാഭ്യാസ പരിപാടി, വനിതകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ, സ്ത്രീകൾക്കായുള്ള പ്രത്യേക പോഷകാഹാര പദ്ധതി, ഘടകസ്ഥാപനങ്ങളുടെ നവീകരണം, കോളനികളിലെ സമഗ്ര വികസനം, പഠന സ്കോളർഷിപ്പ്, പൊതു കിണറുകളുടെയും ജലാശയങ്ങളുടെയും സംരക്ഷണം, വയോജന പാർക്കുകൾ, വില്ലേജ് ടൂറിസം തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികളാണ് നടപ്പുവർഷം ഗ്രാമപഞ്ചായത്ത് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9 കോടിയുടെ കരട് പദ്ധതിയിൽ ഉൽപ്പാദന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നു. വികസന സെമിനാർ കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണം എന്നത് രാജ്യത്ത് തന്നെ ഇല്ലാതാക്കിയ ഒരു കാലത്താണ് ആസൂത്രണത്തിന്, വികസനത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആസൂത്രണമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ, ആലോചനയില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ അത് നിശ്ചയമായും നമ്മുടെ നാടിന്റെ വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് നല്ല ആസൂത്രണത്തോടുകൂടി ഇത്തരത്തിലുള്ള വികസന സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈതാലി കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ M ഗിരിജ, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MC വാസുദേവൻ, ബ്ലോക്ക് വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ VK രാധിക, K സുമതി, C പത്മപ്രിയ, MK ദ്വാരകാനാഥൻ, ലീല, C ഹരിദാസൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ B രാജേഷ്, ഭാസ്കരൻ ചിങ്ങനരി, AP ഗിരീഷ് ബാബു, രാജേഷ് പാർത്തല, പഞ്ചായത്ത് സെക്രട്ടറി S ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. അതേസമയം ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വികസന സെമിനാർ കോൺഗ്രസ് പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. കഴിഞ്ഞ വർഷം ചെലവഴിച്ച തുകയും നീക്കിയിരിപ്പും എത്രയെന്ന് അറിയണമെന്നുള്ള ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ചത്. പഞ്ചായത്തിൽ 2023-2024 വർഷം ഇതുവരെ ലഭ്യമായ പദ്ധതി വിഹിതം എത്രയെന്നും ഓരോ മേഖലകളിലും ചിലവഴിച്ച തുക അറിയണമെന്നും പദ്ധതി അവലോകനം നടത്തണമെന്നുമുള്ള ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിനിധികൾ വികസന സെമിനാർ ബഹിഷ്കരിച്ചത്. ജനങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഭരണസമിതി മറച്ചുപിടിക്കുകയാണെന്നും ശ്രീകൃഷ്ണപുരത്ത് ലക്ഷങ്ങൾ മുടക്കി പണിതീർത്ത ഖാദി കേന്ദ്രം, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ്, ടോയ്ലറ്റ് കോംപ്ലക്സ്, പകൽ പരിപാലന കേന്ദ്രം, എക്കോ ഷോപ്പ് തുടങ്ങിയവയെല്ലാം ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും കാർഷിക മേഖലയ്ക്ക് 40% തുക നീക്കിവെക്കുന്നു എന്ന് പറയുമ്പോഴും 2024-2025 പദ്ധതി രേഖയിലും പരാധീനതകളാണ് നിരത്തുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനരി ആരോപിച്ചു. പ്രവർത്തനം സുതാര്യമാക്കാൻ തയ്യാറായാൽ പൂർണ്ണ സഹകരണം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ശ്രീകൃഷ്ണപുരത്തെ സംബന്ധിച്ചിടത്തോളം 20 വർഷത്തോളമായി അവാർഡ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ പാഴായി പോയതാണ് അവസ്ഥ. ഉദാഹരണത്തിന് ഖാദിയുടെ പേരിൽ നിർമ്മിച്ചുള്ള കെട്ടിടം ഇപ്പോൾ ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ റീസൈക്ലിംഗ് യൂണിറ്റ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് അഡ്ജസ്റ്റ് മോട്ടർ വെച്ച് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി തുടങ്ങിയത് 2 വർഷമായി അടഞ്ഞു കിടക്കുന്നു. പ്ലാസ്റ്റിക് സൗജന്യമായി ലഭിക്കുന്നു. അത് കൊണ്ടുവരുന്നതിന് ഗുണഭോക്താക്കൾ, ഓരോ ഉപഭോക്താക്കൾ 50 രൂപ വെച്ച് കൊടുക്കുന്നു. ഈ അസംസ്കൃത സാധനം സൗജന്യമായി കിട്ടിയിട്ടും ആ യൂണിറ്റ് കൊണ്ടു നടക്കാൻ സാധിക്കാതെ അടച്ചുപൂട്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ PLFOന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 17 ലക്ഷം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് ഉണ്ടാക്കിയ കെട്ടിടം. അതിന് നമ്പറില്ല, വൈദ്യുതി കണക്ഷനില്ല, വെള്ള കണക്ഷൻ ഇല്ലാതെ കിടക്കുന്നു. ഈ പദ്ധതികളെല്ലാം തന്നെ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പകൽ പരിപാലന കേന്ദ്രം ഒരു പ്രവർത്തനവും നടക്കാതെ കിടക്കുന്നു. ഇതെല്ലാം പരിഹരിക്കാതെ, അതിനുള്ള പരിഹാരം തേടാതെ പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. 1 മാസക്കാലം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 53 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്.
ആദ്യഘട്ടത്തിൽ പാലത്തിന് മുകളിലെ റോഡിൽ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കി. തുടർന്നാണ് എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് പുതിയത് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നത്. ഇതോടൊപ്പം കോൺക്രീറ്റ് പ്രവൃത്തികളും നടത്തും. 1 മാസത്തിനു മുമ്പ് തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഏകദേശം 1 മാസം വരെ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയലും സാധനങ്ങളും ഡൽഹിയിൽ നിന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ വന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് പണി തുടങ്ങുന്നത്. ഏകദേശം 1 മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിന് മുന്നേ തന്നെ നമ്മൾ മാക്സിമം വേഗത്തിൽ ആ പണി ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. മോഹസിൻ MLA അതിൽ വലിയൊരു പങ്ക് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോഴും കോൺട്രാക്ടർമാരോടൊക്കെ കോൺടാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. വേഗം തന്നെ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതുപോലെ പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിക്ക് പോണ ബസ്സുകൾ രാമന്തോൾ വന്ന് തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ വെളയൂര് വന്ന് പട്ടാമ്പി ബസ്സുകൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നു. മറ്റെല്ലാ ഭാഗങ്ങളിലും നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ കട്ടപ്പാറയിൽ നിന്ന് വണ്ടന്തറ കൊപ്പം വഴി, അതുപോലെ വളാഞ്ചേരി കൊപ്പം, അങ്ങനെയുള്ള ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തു നിന്നും ബോർഡ് വെച്ചിട്ട് ആളുകൾക്ക് സൗകര്യപ്രദമായ മനസ്സിലാവുന്ന രീതിയിലെല്ലാം നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. പാലം അടച്ചതോടെ പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കും തിരിച്ചുമുള്ള സ്വകാര്യ ബസ്സുകൾ പാലം വരെയാണ് സർവീസ് നടത്തുന്നത്. കട്ടുപ്പാറ ഇട്ടക്കടവ് പാലം വഴിയും വളപുരം പാലൊളിക്കുളമ്പ് പാലം വഴിയുമാണ് മറ്റ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. ജില്ലകളെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന രാമന്തോൾ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിൻ ചെയ്യുന്ന വർക്കുകൾ ഇന്ന് രാവിലെ കാലത്ത് 6 മണിക്ക് തന്നെ ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ റോഡിൻ്റെ ഇരുവശവും പാലത്തിൻ്റെ ആ ഭാഗവും ഈ ഭാഗവും ബസ്സുകൾ നിർത്തി ജനങ്ങൾ നടന്നുപോയി അവിടെ ബസ് കയറുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും ഒരു 25 ദിവസത്തോളം ഈ പാലത്തിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുമെന്നാണ് ഇതിനെ ബന്ധപ്പെട്ട PWD അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പൂഞ്ചോല പാമ്പൻതോട് ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി വിട്ടു നൽകിയ നിർദ്ദിഷ്ട സ്ഥലത്തെ മാവിലെ മാങ്ങയെ ചൊല്ലി തർക്കം. ആദിവാസികളും പഞ്ചായത്തും അറിയാതെ ചിലർ മാങ്ങ വിറ്റെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ മാങ്ങ പറിക്കുന്നത് തടഞ്ഞു. തടഞ്ഞവർക്കെതിരെ ഊരുമൂപ്പൻ പോലീസിൽ പരാതി നൽകി. ആദിവാസി കോളനിക്കായി നൽകിയ സ്ഥലത്തെ മാവിലെ മാങ്ങ പറിക്കാൻ കച്ചവടക്കാരൻ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കച്ചവടക്കാരൻ മാങ്ങ പറിക്കുന്നത് ഒരു വിഭാഗം നാട്ടുകാരും ആദിവാസികളും ചേർന്ന് തടഞ്ഞു. ആദിവാസികൾക്ക് നൽകിയ സ്ഥലത്തെ മാങ്ങ ആരിൽ നിന്നാണ് വാങ്ങിയതെന്നും പഞ്ചായത്തിൽ നിന്ന് ലേലം വിളിച്ചതാണെങ്കിൽ രേഖ കാണിക്കണമെന്നും തടഞ്ഞവർ ആവശ്യപ്പെട്ടു. ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ തർക്കമായി. കച്ചവടക്കാരൻ ആദിവാസി കോളനിയിലെ ചിലരെ കൊണ്ട് മാങ്ങ പറിപ്പിച്ചു. ഇത് കണ്ട് കോളനിയിലെ മറ്റുള്ളവരും വന്ന് മാങ്ങ പറിച്ചു. പറിച്ച മാങ്ങ കോളനിയിലുള്ളവർ കൊണ്ടുപോയി. ഇതോടെ കച്ചവടക്കാരൻ പിന്മാറി. കച്ചവടക്കാരൻ മാങ്ങ പറിക്കുന്നത് ചോദ്യം ചെയ്ത ജോബി, അനി എന്നിവർക്കെതിരെ ഊരുമൂപ്പൻ കുട്ടൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ഊരുസഭ കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് 6000 രൂപയ്ക്ക് മാങ്ങ വിറ്റതെന്നും പഞ്ചായത്ത് അംഗം ഷിബി കുര്യാനും പൊതുപ്രവർത്തകൻ പ്രകാശനും പറഞ്ഞു. മാങ്ങ വിറ്റതിന്റെ പണം തന്റെ അക്കൗണ്ടിലേക്കാണ് വന്നതെന്നും ഇക്കാര്യം ഊരുമൂപ്പനെയും ST പ്രമോട്ടറെയും അറിയിച്ചെന്നും പൊതുപ്രവർത്തകൻ പ്രകാശൻ പറഞ്ഞു. എന്നാൽ ഊരുസഭ കൂടുകയോ ആദിവാസികളെ വിവരം അറിയിക്കുകയോ ചെയ്യാതെയാണ് മാങ്ങ വിറ്റതെന്ന് ജോബിയും അനിയും ആരോപിച്ചു. പ്രകാശൻ മെമ്പറും കൂടിയിട്ടാണ് ഇത് കച്ചവടം ചെയ്തിരിക്കുന്നത്. അതിൽ ഊരുമൂപ്പത് അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. പ്രൊമോട്ടർ പറഞ്ഞു കച്ചവടത്തിന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവിടെ ആദിവാസി കുടുംബം, അവിടുത്തെ 51 കുടുംബത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് കച്ചവടം ചെയ്ത ആൾ രാവിലെ മാങ്ങ വലിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ ജോബി അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി അപ്പോൾ അത് തടഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ലേലം ചെയ്ത് കിട്ടിയതാണോ? ലേലം ചെയ്ത് കിട്ടിയെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് പേപ്പർ ഉണ്ടാവില്ല. ആ പേപ്പർ ഞങ്ങൾക്ക് കാണണം പറഞ്ഞു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ലേലം ചെയ്തില്ല, പ്രകാശനും മെമ്പറും കൂടിയിട്ട് ഞങ്ങൾക്ക് 8000 രൂപയ്ക്ക് മാവ് തന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞ് പോയ ശേഷം വീണ്ടും ഞങ്ങളെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ വന്ന ശേഷം ഇവർ പറഞ്ഞത് അത് KJ പുള്ളയാണ് സ്ഥലം പറഞ്ഞു. അന്ന് KJ പുള്ള വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ KJ പുള്ള വിളിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞു അതായത് ഒരു കൺവീനർ കമ്മിറ്റി ഉണ്ട് പറഞ്ഞു. കൺവീനർ കമ്മിറ്റിയിൽ അംഗം മൂപ്പൻ പ്രൊമോട്ടർ അങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഒരു 5-6 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അത് പിന്നെ അന്ന് ആ കമ്മിറ്റിക്ക് ഒരു മിൻസ് ബുക്ക് ഉണ്ടല്ലോ, അതുണ്ടോ ചോദിച്ചപ്പോൾ അതുമില്ല പറഞ്ഞു. പിന്നെ ഇവർ ബലമായി ഈ മാങ്ങ എടുത്ത ആൾ അയാളുടെ പണിക്കാരെ വെച്ച് പണിയെടുക്കാതെ അവിടെ വന്ന ആദിവാസി 2 പിള്ളേരെ വെച്ചിട്ട് അവിടെ മാങ്ങ വലിക്കുകയുണ്ടായത്. അവിടെയുള്ള 2 പയ്യന്മാർ കൂടി പറിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും കൂടെ കൂടി, അവിടെയുള്ള പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് പറിച്ചത്.
1 2 വണ്ടിക്കായിട്ട് കുറേശ്ശെ ആയത് ഇവർ കൊണ്ടുവന്ന് കൊടുത്തു. 25,000 രൂപയുടെ മേളിൽ മാങ്ങ ഇവർ വിറ്റു. ഇവർ ഈ പ്രകാശ് മെമ്പർ ഇവർ പറയുന്നത് 8,000 രൂപയ്ക്ക് KJ പോൾ കൊടുത്തു. ഇന്നലെ വരെ ഇവർ കൊടുത്തായിരുന്നു. ഇന്നാണ് ഇപ്പം KJ പോൾ കൊടുത്തായിട്ട് വന്നത്. KJ പോളിനെ വിളിച്ചിട്ടുണ്ട്. KJ പോളിനെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു. നമുക്ക് KJ പോൾ കൊടുത്തിട്ടില്ല, KJ കമ്മിറ്റിയാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ KJ പോളിനെ SI വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ KJ പോളിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എത്ര രൂപ വന്നു? 25,000 രൂപയുടെ അടുത്ത് മാങ്ങ ഇന്ന് പറിച്ചു വിറ്റിട്ടുണ്ട്. 8,000 രൂപയ്ക്ക് ഇവർ കൊടുത്തു എന്ന് പറഞ്ഞ മുതൽ സർക്കാരിൻ്റെ മുതലാണ്. അത് വെറുതെ തിന്ന് പോകണ്ട. ആദിവാസികളെ പറ്റിക്കുന്നതുകൊണ്ട് കുറയായി. ഇനി അത് അനുവദിക്കില്ല. ഊരുസഭ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിറ്റ്സ് ഹാജരാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 6,000 രൂപയ്ക്ക് കച്ചവടക്കാരന് വിറ്റ മാങ്ങ ആദിവാസികൾ പറിച്ചു വിറ്റത് 25,000-ഓളം രൂപയ്ക്കാണെന്നും ആദിവാസികൾ പറഞ്ഞു. നീ പൈസ ആയിട്ട് ഞാൻ വരണമെന്ന്, അപ്പോൾ സാളുകാരനെ വിളിച്ചു വരണമെന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചു. അപ്പം ഈ മാങ്ങ ആരെ കൊടുത്ത പ്രകാശ് നമ്പർ പ്രകാശാണ് കൊടുത്തിരിക്കണത്. അപ്പം ഞങ്ങൾ തുല്യമായിട്ട് പങ്ക് കൊടുക്കാൻ പറഞ്ഞ സാറേ ഞാൻ കൊടുത്തിരിക്കണത്, അല്ല ഞാൻ ഒറ്റയ്ക്ക്. മാങ്ങയ്ക്ക് എത്ര രൂപയാണ് കിട്ടിയത്? ഇതാ വലിയ തരാ. നിലവിൽ മാവ് നിൽക്കുന്ന സ്ഥലം രേഖാമൂലം പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടില്ലെന്നും സ്ഥലം ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ പേരിലാണെന്നും പഞ്ചായത്ത് അംഗം ഷിബി കുര്യാനും പ്രകാശനും പോലീസിനോട് പറഞ്ഞതോടെ ആശയക്കുഴപ്പം കൂടി. തുടർന്ന് സ്ഥല ഉടമയെയും മറ്റ് ആദിവാസി കുടുംബങ്ങളെയും പോലീസ് വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ കൗൺസിൽ തീരുമാനം. മാലിന്യ ശേഖരണം കൃത്യമാക്കാനും നടത്തിപ്പ് ഏകീകരിക്കാനുമാണ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നത്. സർക്കാർ അംഗീകൃത ഏജൻസിയായ ഗ്രീൻ വേംസ് എന്ന സ്ഥാപനവുമായാണ് നഗരസഭ കരാറിലേർപ്പെടാൻ തീരുമാനിച്ചത്. നിലവിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ജൈവമാലിന്യം കിലോഗ്രാമിന് 12 രൂപയും GSTയും നൽകിയാണ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നത്. ഇനി മുതൽ 7 രൂപയ്ക്ക് മാലിന്യം കൈമാറാനാകും. ഒപ്പം 8 മാസം കൊണ്ട് 45% മാലിന്യ ശേഖരണം പൂർത്തിയാക്കിയാൽ പിന്നീട് അങ്ങോട്ട് സൗജന്യമായി മാലിന്യം ശേഖരിക്കും എന്നതാണ് കരാറ്. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വേതനം ഉറപ്പാക്കാനും കരാർ കൊണ്ട് സാധിക്കും. നിലവിൽ അജൈവ മാലിന്യം പ്ലാസ്റ്റിക് ഒഴികെയുള്ളവ 3 മാസത്തിലൊരിക്കലാണ് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നത്. തെർമോകോൾ, കുപ്പി, ബാഗ്, ചെരുപ്പ് മുതലായവയും ഇനി എല്ലാ മാസവും ശേഖരിക്കും. നിലവിൽ ഇത്തരം മാലിന്യം വീടുകളിൽ ഹരിതകർമ്മസേന എത്തും വരെ സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. അതും കൂടി ഒഴിവാക്കാനായാണ് പദ്ധതി. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാസത്തിൽ 1-ൽ കൂടുതൽ തവണ മാലിന്യം ശേഖരിക്കാനും ശ്രമം ഉണ്ടാകും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഒരു കോർഡിനേറ്ററും നഗരസഭയിലുണ്ടാകും. എല്ലാ മാസവും നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ യോഗം ചേരുകയും പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്യും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചെർപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി റോഡ് ഉപരോധിച്ചു. പ്രതിഷേധ പ്രകടനവും നടത്തി. ചെർപ്പളശ്ശേരി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റിയ ശേഷം ബസ് സ്റ്റാൻഡിന് മുന്നിലായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ നിരാണി, KM ഹിസാഖ്, P സുബീഷ്, മൂസ പേങ്ങാട്ടിരി, T ഹരിശങ്കർ, P അക്ബറലി, P പ്രകാശ്, KMK ബാബു, അഡ്വക്കേറ്റ് PR ജീഷിൽ, അനീഷ് മുടിക്കുന്നൻ, മൻസൂർ ഇമ്പാനു, അലി അടക്കാപ്പുത്തൂർ, ജയൻ കാളിയത്ത്, വിനോദ് കളത്തൊടി, സുമിത്ര വിനോദ്, ഷീജ,
ഹംസ വരമംഗലം എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകന്മാർ സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാവും പകലുമില്ലാതെയാണ് പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധിക്കാരെ അകാരണമായി അവരെ തടങ്കലിൽ വെച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കരിങ്കൊടി കാണിച്ച് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ജയിലിൽ അടച്ചത്, കേസെടുത്തത്, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചത്, ഹെൽമറ്റ് കൊണ്ട് ചെകിട് പൊട്ടിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആവേശമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം നയിച്ചത്. ആ സമരത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടായിരുന്നു, ഷാഫി പറമ്പിലുണ്ടായിരുന്നു, വിൻസെന്റ് MLA ഉണ്ടായിരുന്നു. ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും അടങ്ങിയ ആ പ്രകടനത്തിന് നേരെ ഡിവൈഎഫ്ഐക്കാരായ പോലീസുകാർ അവരാണ് ആ സമരത്തെ കലക്കാൻ വേണ്ടി ആ സമരത്തെ അകാരണമായി പ്രകോപിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയും പ്രകടനം നടത്തി. തുടർന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ ദേശീയപാത ഉപരോധിച്ചു. മണ്ണാർക്കാട് കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനു മുൻപിൽ കുത്തിയിരുന്ന് ദേശീയപാത ഉപരോധിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അറസ്റ്റ് കൊണ്ട് ഭയപ്പെടുത്തിയാൽ പേടിക്കുന്നവരല്ല കോൺഗ്രസുകാർ എന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലകുറിശി പറഞ്ഞു. സംസ്ഥാന സഭയുടെ സെക്രട്ടറിയെ വിളിച്ച് മോനെ കുട്ട ഒന്ന് വാടാ കുക്കുട് വാവേ എന്ന് വിളിക്കുന്ന പിണറായി വിജയന്റെ പോലീസിനോട് ഞങ്ങളുടെ ദേഹത്ത് ഓടുന്നത് രക്തമാണ്, ഞങ്ങളുടെ ശരീരത്തിലുള്ളത് ഇറച്ചിയാണ്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ തൊട്ടാൽ അത് പോലീസുകാരാണെങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരം ഒരു സൂചനയാണ്. നാളുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നത് വരെ ശക്തമായ സമരവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി നസീർ ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, നേതാക്കളായ അസീകാര, സിനാൻ തങ്ങൾ, ഷാനിർ ബാബു, സിഹബത്തുല്ല, കുരിക്കൽ സെയ്ദ്, VD പ്രേംകുമാർ, നസീഫ് പാലക്കാഴി, CP അലി, മണികണ്ഠൻ വടശ്ശേരിപ്പുറം, ഷിഹാബ്, M അജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം ചേർന്നു. K പ്രേംകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പുതിയ കായിക നയവും കായിക സമ്പദ്ഘടനയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളുടെ നേതൃത്വത്തിൽ മേഖലയിൽ നടത്തേണ്ട കായിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ശ്രീകൃഷ്ണപുരത്ത് സംഘാടക സമിതി യോഗം ചേർന്നത്. യോഗം MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരവാഹികൾ, CDSന്റെ ചെയർപേഴ്സൺ, യൂത്ത് കോർഡിനേറ്റർ, പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പിന്നീട് നമുക്ക് കായിക രംഗത്ത് നിലവിൽ നമ്മളുമായി സഹകരിക്കുന്നവരും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ളവരുമായിട്ടുള്ള കായിക പ്രതിഭകൾ, കായിക പരിശീലകർ, മേഖലയിലെ സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, PTA പ്രതിനിധികൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, NRIകൾ, വായനശാലകൾ, ലയൺസ് ലോട്ടറി ഉൾപ്പെടെയുള്ള സോഷ്യലൈസേഷൻ ക്ലബ്ബുകൾ, ടീം കേരള വളണ്ടിയർമാർ, രാഷ്ട്രീയ സാമൂഹ്യ മത സംഘടനകൾ. ഈ നിലയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്ത് സമ്മിറ്റിൽ ആളുകൾ പങ്കെടുക്കേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ K സുമതി, M ഗിരിജ, C ഹരിദാസൻ, MK പ്രദീപ്, ദ്വാരകാനാഥൻ, C ജയശ്രീ, ലിനി, കായികാധ്യാപകരായ അനിൽ, റോഷൻ, CDS ചെയർപേഴ്സൺ സുനില, പുഷ്പാകരൻ പിള്ള, യൂത്ത് കോർഡിനേറ്റർമാർ, വിവിധ യുവജന ക്ലബ്ബ് പ്രതിനിധികൾ, വായനശാല പ്രതിനിധികൾ, വിദ്യാലയ പ്രതിനിധികൾ, PTA പ്രസിഡന്റുമാർ, NSS കോർഡിനേറ്റർമാർ, കായിക പ്രതിഭകൾ, കായിക അധ്യാപകർ എന്നിവർ പങ്കെടുത്തു.
അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം അനേകായിരങ്ങളുടെ ജീവത്യാഗത്തിന്റെ സാഫല്യമാണെന്ന് BJP ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ശങ്കുട്ടി ദാസ് അഭിപ്രായപ്പെട്ടു. രാമക്ഷേത്രവും ചരിത്രവും പശ്ചാത്തലവും എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനേകായിരങ്ങളുടെ ജീവത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഫല്യമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ കൈവരിക്കാൻ പോകുന്നതെന്ന് BJP ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ശങ്കുട്ടി ദാസ് പറഞ്ഞു. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടന്നത്. ബാലകനായ ശ്രീരാമന് അയോധ്യയിൽ ഭവ്യമായ ക്ഷേത്രം നിർമ്മിക്കുമെന്ന തലമുറകളുടെ സ്വപ്ന സാഫല്യത്തിന്റെ മുഹൂർത്തമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ഉപാധ്യക്ഷ ലതാ ശശി അധ്യക്ഷത വഹിച്ചു. എം ബാലസുബ്രഹ്മണ്യൻ, എം ജയപ്രകാശ്, കെ കൃഷ്ണകുമാർ, സജിത്ത് ചെല്ലൂർ എന്നിവർ സംസാരിച്ചു. അയോധ്യയിൽ ഖനനത്തിനും ഗവേഷണങ്ങൾക്കും നേതൃത്വം നൽകിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ പത്മശ്രീ KK മുഹമ്മദ് മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ശാസ്ത്രീയവും ചരിത്രപരമായും ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ സദസ്സിനോട് സംവദിച്ചു. സമാപന സഭയിൽ RSS വിഭാഗ് സഹകാര്യവാഹ് കെ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ സംകുൽ സംയോജകൻ ഉണ്ണികൃഷ്ണൻ മംഗലശ്ശേരി സംസാരിച്ചു. ജില്ലയിലെ വിദ്യാനികേതൻ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് 200-ലധികം പേർ സെമിനാറിൽ പങ്കെടുത്തു. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ അലനല്ലൂർ ടൗണിലെ മരത്തിന്റെ കൊമ്പ് ലോറിയിടിച്ച് പാതയ്ക്ക് മുകളിൽ പൊട്ടി തൂങ്ങി നിന്നു. അപകട ഭീഷണിയായ കൊമ്പ് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് മുറിച്ചു മാറ്റിയത്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30-ഓടെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് മരത്തിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മരക്കൊമ്പ് പൊട്ടി പാതയ്ക്ക് മുകളിൽ തൂങ്ങി നിന്നു. ഏതു നിമിഷവും പാതയിലേക്ക് വീഴുമെന്ന സ്ഥിതിയിലായിരുന്നു കൊമ്പ് നിന്നിരുന്നത്. വലിയ കൊമ്പായതിനാൽ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തുടർന്ന് അഗ്നിശമന സേനയെ വിവരം അറിയിച്ചു. സേനയും നാട്ടുകാരും ചേർന്ന് കൊമ്പ് മുറിച്ചു നീക്കി. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ലോറിയിൽ കൊണ്ടുപോയിരുന്ന വലിയ ഗ്ലാസ് അക്വേറിയം ഈ മരത്തിന്റെ മറ്റൊരു കൊമ്പിൽ തട്ടി പാതയിലേക്ക് വീണ് പൊട്ടിയിരുന്നു. 2 മാസം മുന്നെയായിരുന്നു ഈ അപകടം. ബാങ്ക് ജംഗ്ഷന് സമീപത്ത് നിരവധി മരങ്ങളുടെ കൊമ്പുകൾ ഇനിയും വാഹനങ്ങൾക്ക് ഭീഷണിയായുണ്ട്. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പെരിന്തൽമണ്ണ ഒടമല മഖാമിലെ ആണ്ടുനേർച്ച ജനുവരി 15-ന് തിങ്കളാഴ്ച തുടങ്ങും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റുന്നതോടെയാണ് 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾ തുടങ്ങുക. ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ സ്മരണയിലാണ് ആണ്ടുനേർച്ചയും അനുബന്ധ പരിപാടികളും നടത്തിവരുന്നത്. ജനുവരി 15-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾക്ക് തുടക്കമാകും. ഒടമല മഹൽ മുദരി ഷെരീഫ് ഫൈസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മഹാനവറുകളുടെ ഈ വർഷത്തെ ആണ്ട് നേർച്ചക്ക് വരുന്ന 15, 16, 17 തീയതികളിലായിട്ട് ഔദ്യോഗികമായി സമാരംഭം കുറിക്കുകയാണ്. ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കലോടുകൂടെ ഔദ്യോഗികമായി മക്കാം നേർച്ചക്ക് സമാരംഭം കുറിക്കുകയാണ്. 16-ാം തീയതി രാത്രി കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ നൗഷാദ് ബാക്കവി ചെറിയൻകീഴ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. 17-ാം തീയതി ബഹുമാന്യരായ അൻവർ മുഹീദ്ദീൻ ഹുദവിയുടെയും മതപ്രഭാഷണ സദസ്സുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മൗലിദുമായിട്ടും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളുമായി വിപുലമായ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. നേർച്ചയോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി മതപ്രഭാഷണം നടക്കും. ജനുവരി 16-ന് ചൊവ്വാഴ്ച AM നൗഷാദ് ബാഗവി ചിറങ്ങിൻകീഴ്, ജനുവരി 17-ന് ബുധനാഴ്ച അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ എന്നിവർ പ്രഭാഷണം നടത്തും. മെയ് മാസത്തിൽ മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, മൗലിദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടക്കും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുകയെന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു.
ജാതിമത ഭേദമന്യേ നാനാ ദിക്കുകളിൽ നിന്നും വിശ്വാസികളും തീർത്ഥാടകരും അടക്കം നിരവധി ആളുകൾ ഒടമല മക്കാമിൽ എത്തുന്നത് പതിവാണ്. ഗായകൻ യേശുദാസിന്റെ 84-ാം പിറന്നാൾ വ്യത്യസ്തമായി ആഘോഷിച്ച് പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതി. ഗന്ധർവ വനത്തിൽ 84-ാം പിറന്നാൾ ദിനത്തിൽ 84-ാമത്തെ വൃക്ഷത്തൈയായി കണിക്കൊന്ന തൈ നട്ടാണ് പിറന്നാൾ ആഘോഷിച്ചത്. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതി 2020-ൽ യേശുദാസിന്റെ 80-ാം പിറന്നാൾ ദിനത്തിൽ 80 വൃക്ഷത്തൈകൾ നട്ട് തുടക്കം കുറിച്ച ഗന്ധർവ വനത്തിൽ 84-ാം പിറന്നാൾ ദിനത്തിൽ 84-ാമത്തെ വൃക്ഷത്തൈയായി കണിക്കൊന്ന തൈ നട്ടാണ് പിറന്നാൾ ആഘോഷിച്ചത്. പെരിന്തൽമണ്ണ അരക്കുപറമ്പ് മാട്ടറയിൽ കറുത്തേടത്ത് സാവിത്രി ശ്രീകുമാരൻ നമ്പൂതിരി സ്മാരക സ്മൃതിവനത്തിലാണ് ഗന്ധർവവനം ഒരുക്കിയിട്ടുള്ളത്. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി മകൻ ദാമോദരൻ ഉണ്ണി നമ്പൂതിരിയാണ് ഏകദേശം 3 ഏക്കറിൽ 1 ഏക്കർ സ്ഥലത്ത് സ്മൃതിവനവും 1 ഏക്കർ സ്ഥലത്ത് ഗന്ധർവവനവും ഒരുക്കിയിട്ടുള്ളത്. അതിനപ്പുറം ഇത് വളരെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യമായിരിക്കുന്നത് ഇത് കാലത്തിൻ്റെ ആഹ്വാനമാണ് നിങ്ങൾ നിറവേറ്റുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായി ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ ദാസേട്ടൻ്റെ ശതാഭിഷേകം ആഘോഷിക്കുന്ന വേളയിൽ ഇത് ഇങ്ങനൊരു മഹാകർമ്മം ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യം ഞാൻ കാണുന്നില്ല. ദാസേട്ടനായിട്ട് ഞാനൊരു ദൈവത്തിനെ പോലെയാണ് അതിഥനെ കാണുന്നത്. സത്യത്തിൽ ഒരു മഹാമനസ്സാണ് ദാസേട്ടൻ. ദാസേട്ടൻ പാട്ടുകാരനാണ്, എല്ലാവർക്കും വലിയ സംഗീതജ്ഞനാണ്. അതിൻ്റെ അപ്പുറം വളരെ വിശാലമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ പരന്ന കാഴ്ചപ്പാട് കൂടെ കാണാൻ പറ്റുന്ന കണ്ണും മനസ്സും അദ്ദേഹത്തിനുണ്ട്. പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്ന ദാമോദരനുണ്ണി നമ്പൂതിരി ബാക്കി വരുന്ന സ്ഥലത്ത് കുളം, മണ്ണ് വീട്, ഏറുമാടം, അന്യം നിന്നു പോകുന്ന 300ഓളം ഔഷധവൃക്ഷങ്ങളുടെ ശേഖരം എന്നിവ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്ന പൊൻകണി 2024 പദ്ധതിയുടെ ഭാഗമായി പ്രശസ്ത ഗാനരചയിതാവ് PC അരവിന്ദൻ കണിക്കൊന്ന തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ശേഷം അടയ്ക്കാപുത്തൂർ AUP സ്കൂളിൽ 84 വിദ്യാർത്ഥികൾക്ക് 84 കണിക്കൊന്ന തൈകളും വിതരണം ചെയ്തു. ചടങ്ങിൽ കറുത്തേടത്ത് ദാമോദരനുണ്ണി നമ്പൂതിരി, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, ജയദേവൻ, സനിൽ കളരിക്കൽ, അരുൺ തൂത തുടങ്ങിയവർ പങ്കെടുത്തു. അടയ്ക്കാപുത്തൂർ സംസ്കൃതി എന്ന പരിസ്ഥിതി സംഘടനയെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഈ 84-ാം പിറന്നാളിന് 84-ാമത്തെ വൃക്ഷം നമ്മൾ ദാസേട്ടൻ്റെ 80-ാം പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷമായ ഉത്രാടം നാൾ പ്ലാവ് തൈ നട്ടിട്ടാണ് ഇവിടെ ഗന്ധർവ വനം എന്നൊരു സംഭവം അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഇവിടെ ചെയ്തിട്ടുള്ളത്, അത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അത് 81-ൽ 81-ാമത്തെ പിറന്നാളിന് 81-ാമത്തെ തൈ നട്ടു, 82-ൽ നട്ടു, 83-ൽ നട്ടു. ഇപ്പോൾ 84-ാമത്തെ തൈ കണിക്കൊന്നയാണ് ഇന്ന് നടാൻ പോകുന്നത്. വയനാട് എന്നൂരിലെ വട്ടക്കളിയും ചീനിയൂത്തും തുടിക്കൊട്ടും ആദിവാസികളുടെ പൗരാണിക കലയുടെ നേർക്കാഴ്ചയാണ്. എന്നൂരിലെത്തുന്ന സന്ദർശകർക്ക് കാണാനാണ് ആദിവാസി സ്ത്രീകൾ നൃത്തം വയ്ക്കുന്നത്. ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്നൂര്. സത്താർ ആനമങ്ങാട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വയനാട്ടിലെ എന്നൂര്. എന്നൂരിലെത്തുന്ന സന്ദർശകർക്ക് കാണാനായി ആദിവാസി സ്ത്രീകൾ നൃത്തം ചെയ്യും. ആദിവാസി പണിയ ഗോത്രവിഭാഗത്തിൻ്റെ വട്ടക്കളിയാണിത്. എന്നൂരിനകത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ കുടിലിലാണ് നൃത്തം ചെയ്യുന്നത്. ചീനി ഊത്തിൻ്റെയും തുടികൊട്ടിൻ്റെയും താളത്തിനൊത്താണ് വട്ടക്കളി. പണിയ ആദിവാസി ഗോത്രവിഭാഗത്തിൽ പെട്ടവരാണ് വട്ടക്കളി അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ഇവരുടെ അനുഷ്ഠാനമായി ബന്ധപ്പെട്ടും ആഘോഷവേളകളിലും അവതരിപ്പിക്കുന്ന കലയാണ് വട്ടക്കളി. ഈ കലാരൂപത്തിന് കയവും കളിയും എന്നും പറയും. പാലമരത്തിൻ്റെ കമ്പുകൊണ്ടാണ് ഇവർ ഊതുന്ന ചീനി ഉണ്ടാക്കുന്നത്.
ചീനി ഊതുന്ന ആൾക്ക് പ്രത്യേക സിദ്ധി തന്നെ വേണമെന്ന് ഇവർ പറയുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശകർക്ക് കാണാനായി വട്ടക്കളി അവതരിപ്പിക്കുന്നത്. പുരുഷന്മാർ തുടികൊട്ടും, മുതിർന്ന ആൾ ചീനി ഊതും, സ്ത്രീകൾ വട്ടം കളിക്കും. എൻവൂരിൽ കേവലം ഊത്തും കളിയും മാത്രമല്ല ഇവർക്ക്, ഇവരുടെ ജീവിതതാളം കൂടിയാണ്. ഷൊർണൂർ കാരക്കാട് അയ്യപ്പൻ കോവിലിൽ കെട്ടിവിളക്ക് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഭാരതപ്പുഴയിൽ ആറാട്ട്, എഴുന്നള്ളിപ്പ്, തുടർന്ന് അഭിഷേകങ്ങൾ, ഉച്ചയ്ക്ക് നമ്പ്രം വേലക്കുടയ്ക്ക് സ്വീകരണം, വൈകിട്ട് തെക്കേപ്പാട്ട് മനയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. തുടർന്ന് താലത്തിൻ്റെ അകമ്പടിയിൽ കോമരങ്ങളുടെ നൃത്തം, തായമ്പക, അയ്യപ്പൻ പാട്ട് എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് കുട്ടിച്ചാത്തൻ SC കോളനി നിവാസികൾക്ക് വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ ജപ്തി നോട്ടീസ്. 30 വർഷം മുൻപ് നൽകിയ സൗജന്യ കണക്ഷനുകൾക്കാണ് കുടിശ്ശിക ബില്ലും ജപ്തി നോട്ടീസും നൽകിയിരിക്കുന്നത്. അധികൃതർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും കോളനി നിവാസികൾ. ഉപയോഗിക്കാത്ത കുടിവെള്ള കണക്ഷന് കൂടുതൽ തുകയും ഉപയോഗിച്ചവർക്ക് മിനിമം തുകയുടെ ബില്ലുകളും നൽകി ജല അതോറിറ്റി. ഒറ്റപ്പാലം ചുനങ്ങാടാണ് സംഭവം. തീരെ വെള്ളം ഉപയോഗിക്കാത്തവർക്ക് ലഭിച്ചത് 420 രൂപയുടെ ബില്ല്. വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ. യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പല പദ്ധതികളും നോക്കുകുത്തിയെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം ചോറൂട്ടൂരിന് സമീപം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഇതര സംസ്ഥാനക്കാരെന്ന നിഗമനത്തിൽ പോലീസ്. 35ഉം 45ഉം വയസ്സ് തോന്നിക്കുന്ന പുരുഷന്മാരുടേതാണ് മൃതദേഹങ്ങൾ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ഒറ്റപ്പാലം നഗരസഭ. മാലിന്യശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.